2026 ലോകം കാണാൻ പോകുന്നത് കനത്ത സംഘർഷമായിരിക്കുമെന്ന് പ്രശസ്ത അമേരിക്കൻ തിങ്ക് ടാങ്കായ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പുറത്തുവിട്ട റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലും പോരാട്ടങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് കോൺഫ്ലിക്ട്സ് ടു വാച്ച് ഇൻ 2026 എന്ന റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനർത്ഥം 2025നേക്കാൾ വലിയ സംഘർഷങ്ങളാണ് ലോകം കാണാൻ പോകുന്നത് എന്നാണ്. കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ സമയം ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്കും വിശ്വസ്തമായ വലതുപക്ഷ നയങ്ങൾക്കും പിന്തുണ നൽകാനാണ് സാധ്യത. പാകിസ്ഥാൻ നയിക്കുന്ന പ്രോക്സി വാർ അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകുന്ന സമ്മർദ്ദം മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചേക്കാം. ഭീകരവാദത്തെ ആയുധമാക്കുന്ന പാകിസ്ഥാൻ നയം മാറാത്ത പക്ഷം തങ്ങളുടെ മണ്ണും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇന്ത്യ കനത്ത പ്രത്യാക്രമണം നടത്തുമെന്ന സൂചനയാണ് ആഗോളതലത്തിൽ പുറത്തുവരുന്നത്. ഇന്ത്യയുമായി മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമായും പാകിസ്ഥാൻ കടുത്ത സംഘർഷത്തിലാണ്. അതിർത്തിയിലെ ഭീകരവാദത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന വെടിവെപ്പുകളിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു. ഡ്യൂറൻ ലൈനിനെ ചൊല്ലിയുള്ള തർക്കവും TTP ഭീകരർക്ക് അഫ്ഗാൻ നൽകുന്ന സംരക്ഷണവും പാകിസ്ഥാനെ കുരുക്കിലാക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് വലിയ തോതിൽ മാനുഷിക സഹായം എത്തിക്കുന്നതും താലിബാനുമായി സാങ്കേതിക ബന്ധം നിലനിർത്തുന്നതും തങ്ങളെ വളയാനുള്ള നീക്കമെന്നാണ് പാകിസ്ഥാന്റെ ഭീതിയാണ് മറ്റൊരു കാരണം. 2025 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ശക്തമായ നടപടികൾ പാകിസ്ഥാനെ സൈനിക കേന്ദ്രങ്ങൾ ഉലച്ചിട്ടുണ്ട്. ഭീകരവാദത്തെ പാലൂട്ടുന്ന പാക് നയം തിരുത്താതെ ചർച്ചയില്ലെന്ന മോദി സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്ര ശൈലി പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലുമാക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പ്രധാനമായി 1947 വിഭജനത്തിൽ വേരൂന്നിയതാണ്. കാശ്മീരിന്റെ തർക്കം, അതിർത്തിയിലെ പ്രശ്നങ്ങൾ, ഭീകരവാദം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇത് പല യുദ്ധങ്ങൾക്കും 2019 പുൽവാമ ആക്രമണം പോലുള്ള സംഭവങ്ങൾക്കും കാരണമായി. ഇത് വ്യോമാക്രമണങ്ങൾക്കും സൈനിക പിരിമുറുക്കങ്ങൾക്കും കാരണമായി. 2025 കാശ്മീരിലെ ഭീകരാക്രമണങ്ങളെ തുടർന്ന് വലിയ സംഘർഷങ്ങൾ ഇത് നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിച്ചു. കാശ്മീർ തർക്കം, വിഭജന സമയത്ത് കാശ്മീർ ഏത് രാജ്യത്തിൽ ചേരണം എന്നതിന്റെ തർക്കം, ഇരു രാജ്യങ്ങളും കാശ്മീരിന്റെ പൂർണ്ണമായ അവകാശം അവകാശപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ, ഇത് പലപ്പോഴും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നു. 2025 ഏപ്രിൽ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന റിസോർട്ട് പട്ടണത്തിനടുത്ത് നടന്ന ഭീകരാക്രമണത്തിൽ 2 ഡസനിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യങ്ങൾക്കിടയിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുത്തു. നിലവിലുള്ള ഉഭയകക്ഷി കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞു. കാശ്മീരിലെ വിമതരെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ മെയ് 7 പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധീനതയിലുള്ള കാശ്മീരിലെയും ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ മിസൈൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തി. ആക്രമണങ്ങളെ ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമായി വിശേഷിപ്പിച്ചു. ഇത് ഇരു രാജ്യങ്ങളിലും സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. അതിൽ അവർ പരസ്പരം വെടിനിർത്തുകയും ആരോപണങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തു. മെയ് 10 പാകിസ്ഥാൻ നടത്തിയ പ്രതികാര നടപടിക്ക് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും താൽക്കാലികമായി നിർത്തിവെച്ച ഉഭയകക്ഷി കരാറുകളുടെ നില പരിഹരിക്കപ്പെട്ടിട്ടില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.